പോത്തിന്റെ മുകളിൽ കയറി ഒരു മുയലിന്റെ മുഖത്തോട് സാമ്യമുള്ള ഒരു ഹെൽമറ്റും ഒക്കെ വെച്ചിട്ട്, അതായത് ഈ ബണ്ണി ഹെൽമറ്റും ധരിച്ച് റോഡിൽ ഇറങ്ങുകയാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ ഈ നാട്ടുകാരൊക്കെ സഹി കെട്ടിട്ട് വേറെ പണിയൊന്നുമില്ല ഇഷ്ട എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. രാഹുൽ തന്നെ അതിന്റെയും കാര്യങ്ങൾ പറയും. രാഹുലെ, ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ എന്തൊക്കെ കാരണമല്ലേ ഈ കാലത്ത്. ഇതിപ്പോൾ പുള്ളി സ്ഥിരമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണോ? ഇയാളുടെ ഈ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഈ വീഡിയോയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത് റീച്ച് ഉണ്ടോ? ആൾക്കാരെന്താണ് പറയുന്നത്? റീച്ച് ഉണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണല്ലോ നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതിനൊരു പ്രതിഷേധമായി കാണാം, അല്ലെങ്കിൽ അങ്ങനെ കാണണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ട്. രണ്ട്, ഈ പറയുന്നത് പോലെ എന്തും ചെയ്ത് വൈറലാകാം എന്നുള്ള ഒരു ഘട്ടമാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചപ്പോൾ ആനിമൽ ലവർ എന്ന് മാത്രമാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇതിലുള്ള പ്രതിഷേധവും ആദ്യമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. നോക്കൂ, ഈ പറഞ്ഞതുപോലെ പെട്രോളിന് വില കൂടുമ്പോൾ ആർക്കും പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്. അത് ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ശ്രദ്ധ നേടും എന്നുള്ളതും ഒരു കാരണം തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ, അദ്ദേഹം പറയുന്ന വാക്യങ്ങളെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ പ്രതിഷേധമാണ്, അംഗീകരിച്ച് മതിയാകും. കാരണം ഈ പിന്നെ ബാക്കി നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ബാക്കി പ്രതിഷേധങ്ങളും പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള പ്രശ്നമുണ്ട്. രണ്ട്, ഈ നാട്ടുകാരിപ്പോൾ ഈ കമന്റുകളെല്ലാം വരുന്നത് വലിയ ശല്യമായിരുന്നു റോഡുകളിൽ. കാരണം ഈ പോത്തിന്റെ പുറത്തിരിക്കുന്നു, ഈ മുയലിന്റെ തലപ്പാവ് വെക്കുന്നു. അതിന്റെ പ്രസക്തി എന്താണ്? നമ്മൾ പ്രതിഷേധം നടത്തുമ്പോൾ നമ്മൾ ഒരു മുദ്രാവാക്യം മുന്നിൽ വെക്കണം. ഇവനൊരു പ്ലക്കാർഡ് പോലും അതിനകത്തില്ല. അതൊരു സിംബോളിക് പ്രതിഷേധം അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അദ്ദേഹത്തിന്റെ അജണ്ട വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വൈറലായി, അതിനപ്പുറത്തേക്ക് പെട്രോളിന്റെ വില കുറയുമെന്ന പ്രതീക്ഷയിലോ ഒന്നും അല്ലല്ലോ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ രണ്ടും ഈ ചേർന്ന് നിൽക്കുന്ന ഒരു വാദമാണ് അദ്ദേഹം പറയുന്നത്. നാട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് ശല്യമുണ്ടായി, ഗതാഗത കുരുക്കുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രതിഷേധം അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് പ്രതിഷേധം തന്നെയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കൊരു വലിയ നിലപാടിലേക്ക് എത്താൻ പ്രയാസമാണ്. എങ്കിലും ഇന്നലെ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ചെറിയ ഈ പറഞ്ഞ ഗതാഗത കുരുക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് പൂജ. ശരി രാഹുൽ, എന്തായാലും ഒരു പ്രതിഷേധവുമായിട്ടൊക്കെ മുന്നിട്ട് ഇറങ്ങുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഈ പറഞ്ഞതുപോലെ തന്നെ അത് പ്രതിഷേധമാണ് എന്നുണ്ട് എങ്കിൽ അത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ണ് തുറപ്പിക്കാനാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. ഈ പറഞ്ഞ പോലെ പ്ലക്കാർഡുകളോ ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്ററുകളോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഉപയോഗിക്കാമായിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ നാട്ടുകാർ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും പറയുക. കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പറയും, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ഗതാഗതത്തിന് ആ സമയത്തൊക്കെ ശല്യം ഉണ്ടാകുന്നത് എന്നൊക്കെയല്ലേ പറയുകയുള്ളൂ. എന്തായാലും ഏറ്റവും ഒടുവിൽ രാഹുൽ പറഞ്ഞ് നിർത്തിയതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരിശ്രമം വിജയിച്ചിട്ടുണ്ട്, വൈറലായിട്ടുണ്ട്. ശരി രാഹുൽ.